ഇത് ശരിയാവൂ? എന്റെ രവിച്ചേട്ടാ ഇതേ ശരിയാകൂ. രവിച്ചേട്ടൻ ഒരു കാര്യം അറിയൂ, നമ്മുടെ ഈ നാട്ടിൽ രണ്ട് കാര്യമൊക്കെ മൂല്യമുള്ളൂ. ഒന്ന് നമ്മുടെ സ്വർണവും, രണ്ട് നമ്മുടെ അലൂമിനിയം. ഓഹോ, അപ്പൊ ഇതിന് ഇത്ര മൂല്യമുണ്ടോ ഇതിനൊക്കെ? പിന്നെ മൂല്യം ഇല്ലാതാണ് എന്റെ രവിച്ചേട്ടാ. ഈ അലൂമിനിയം എന്ന് പറഞ്ഞ സാധനം നിങ്ങളിപ്പോ ഒരു കബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വർഷം പെയിന്റ് അടിക്കണ്ട, മെയിൻ്റെനൻസ് കാര്യങ്ങളോ ഒന്നും വരുത്തില്ല. ശരി, ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഇതുപോലത്തെ ഹെവി മെറ്റീരിയൽ ഇട്ട് ചെയ്യാൻ നോക്കണം. ഇതുപോലത്തെ ലൈറ്റ് മെറ്റീരിയൽ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലൈന്റുകൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രവിച്ചേട്ടാ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം. പക്ഷേ വിഷ്ണു, നിന്റെ റേറ്റ് ഇച്ചിരി കൂടുതലാ. രവിച്ചേട്ടാ, ഓരോ മാസം കഴിയും തോറും അലൂമിനിയത്തിന് വില ഇങ്ങനെ കൂടി വരും. അപ്പൊ ഇതിനൊക്കെ വില കൂടുന്നുണ്ടോ? കൂടുന്നുണ്ടോന്നോ? 4 മാസം കൊണ്ട് 75 രൂപയാ കൂടിയത്. സ്വർണ്ണം കൂടുന്ന പോലെ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ വെയിറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും രവിച്ചേട്ടാ? നമ്മുടെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ ഇതിനും കുറച്ച് ചെയ്യാന്നാ പറഞ്ഞത്. അവൻ പക്ഷെ ഈ സാധനം ഇട്ട് ചെയ്യാന്നാ പറഞ്ഞത്. എന്റെ പൊന്ന് രവിച്ചേട്ടാ, ഇത് ലൈറ്റ് മെറ്റീരിയൽ. ഇത് കണ്ടോ, ഇത് രണ്ടും രണ്ട് ക്വാളിറ്റി. ഇത് കുറച്ചുകൂടെ ഹെവി മെറ്റീരിയൽ, ഇത് ലൈറ്റ്. ഈ ലൈറ്റ് മെറ്റീരിയൽ ഇട്ട് ചെയ്ത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന രവിച്ചേട്ടൻ ആരോട് പറയും? അതാ പറയാനുള്ളത്. ആരോട് പറയും? അൽക്കയോട് പറയാം. ഏതൊക്കെയോട്? അക്കയല്ല, പിന്നെ അൽക്ക. ഇതല്ല, അൽക്ക, അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ. കൊള്ളാലോ. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അസോസിയേഷനോട് ബന്ധപ്പെട്ടാൽ മതി, എല്ലാം ക്ലിയർ ചെയ്ത്. അപ്പൊ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആണല്ലേ? പിന്നല്ലേ, ഈ അൽക്കയിൽ മെമ്പർഷിപ്പ് ഉള്ള ഏതൊരു വ്യക്തിയെ കൊണ്ടും വർക്ക് ചെയ്യിക്കാം. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അസോസിയേഷൻ നോക്കിക്കോളും. അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് മേടിച്ചോണ്ട് നാളെ തന്നെ പണി തുടങ്ങണ. പിന്നെ നിനക്ക് എന്നാടാ ഒരു തൃശ്ശൂർ ഭാഷ? രവിയേട്ടൻ, നമ്മളിന്ന് തൃശ്ശൂരായിരുന്നു വർക്ക്, അതാണ് ഒരു തൃശ്ശൂർ സ്ലാങ്. കൊള്ളാം. നമ്മള് നാളെ പണി തുടങ്ങാട്ടാ. പോടെ.